എന്റെ മകൻ എന്നും ഈ ചാട്ടില് തന്നെ. നീ എന്തുട്ര കളിക്കണേ? നമ്മൾ 5 പേര് കണ്ണടച്ച് പ്രാർത്ഥിക്കാനിരുന്നുണ്ടെങ്കിൽ ഈച്ച വന്ന ഫുഡ് സ്പൈലാക്കും. എവിടെയൊക്കെ പോയിരുന്ന റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഈച്ച എന്നറിയില്ല. ഒന്ന് മിണ്ടാതിരിക്കട്ടെ ജോർജ്. പറഞ്ഞിട്ട് എന്താ കാര്യം? പള്ളിയിലേക്ക് തീരിമിറ്റുണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ഞാൻ റെഡിയാക്കി കൊടുത്തല്ലോ. അത് കണ്ടവർക്ക് മറച്ചു വെച്ച് നിന്റെയൊക്കെ വട്ടച്ചെലവ് നടത്താനുള്ളതല്ല. അല്ലേ? ആ മത്തായിയുടെ പറമ്പ് അവിടെ ആരേലും എന്തുട്ടേലും പരിപാടിക്ക് വന്നാല് അതിനിവര് കാശ് വാങ്ങിക്കണമെന്ന്. എന്തുട്ട അവകാശത്തിന്റെ പേരിലാണ്ടാ? അത് മത്തായി പള്ളിക്ക് അവകാശപ്പെടുത്തി തന്ന പറമ്പാണ്. എന്റെ അപ്പ ഒരു നാട്ടില് വെറുതെ കിടക്കണ പറമ്പ്, മൈതാനം, സ്പോർട്സ് ക്ലബ്ബ് അതൊക്കെ അവിടുത്തെ യങ്സ്റ്റേഴ്സിന്റെ ആണ്. വെറുതെ നടക്കണ യങ്സ്റ്റേഴ്സിന്. അതാണ്. നീ ഇടയ്ക്കേറി എഴുതിലെത്തിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ നെഞ്ചും കൂടെ വെഞ്ചരിക്കട്ടാ. ജോർജെ, നിന്നെ ഒരു പുരോഹിതനായിട്ട് കാണാൻ ഞാൻ എന്തോരം ആഗ്രഹിച്ചതാ. അതിനവൻ തയ്യാറായിരുന്നല്ലോ. അപ്പൊ അച്ഛനല്ലേ പറഞ്ഞ് കല്യാണം കഴിക്കാണ്ട് പുരോഹിതനാവണമെന്ന്? വെറും പുരോഹിതനല്ല, ബിഷപ്പ്. നമ്മുടെ സഭയിൽ കല്യാണം കഴിച്ച ബിഷപ്പ് ആവാൻ പറ്റില്ലെന്ന് അറിയില്ല നിനക്ക്? കണ്ട, അച്ഛൻ കെട്ടി പള്ളിയിൽ അച്ഛനായി കുട്ടികളുടെ അച്ഛനായി. ഞാൻ മാത്രം കെട്ടാണ്ട് ബിഷപ്പ് ആയിക്കോളാൻ. ഭയങ്കര സെൽഫിഷ് ആണ് അമ്മച്ചി. അപ്പച്ചൻ ഭയങ്കര സെൽഫിഷാ. നീ ഒന്നും മിണ്ടാണ്ടിരിക്കും. ഞാൻ നിന്നോട് ഇനി മിണ്ടനില്ല. അമ്മച്ചി എന്നോടല്ലേ മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞേ? നിന്നോട് ഞാൻ ഇനി ഒന്നും പറയണില്ലാന്ന്. ഇനി എന്റെ പ്രതീക്ഷ മുഴുവൻ ഇവനിലാണ്. ഫാദർ ജോസ് വടക്കൻ. അത് പോരിച്ചുട്ടോ അപ്പച്ച. അപ്പച്ചന് ഭയങ്കര ദീർഘവീക്ഷണമാണ്. ഈയിടെയായിട്ട് ഇവന്റെ തലക്ക് ചുറ്റും ഞാൻ ഒരു ദിവ്യ വലയം കാണുന്നുണ്ട്. അപ്പത് ശ്രദ്ധിച്ചാ? വല്ലാണ്ടങ്ങ് ഓവറാക്കല്ലേട്ടെ. ആടാ, ഈ പ്രഭ വല്ലണ്ടോ ഓവർ കഴിഞ്ഞ പിടിച്ച കിട്ടില്ല, ഭ്രാന്തായി പോവും. നീയാണ് ഇവിടെ ഇപ്പൊ ഓവർ. മോനെ ജോസേ, നീ നാളെ കാലത്ത് 5 മണിക്ക് എണീക്കണം. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സിന്. തുമ്മല് ചീറ്റി പോയതാന്ന്. ആരാണ്ട് യന്ത്രത്തിന് പാല് കാച്ചാനാണ് അലാറം വെച്ചത്. ഈശോയെ, ഗേൾസ്! നിങ്ങൾ നേരത്തെ വന്നാ? ഇന്നലെ വീട്ടിൽ പോയല്ലേ നേരത്തെ വരേണ്ട കാര്യമുള്ളൂ. സ്റ്റുഡൻസ് വരുമ്പോ നമ്മളെ കണ്ടില്ലെങ്കിൽ അവർക്ക് വിഷമാവില്ലടാ. മണി 7:30 അവരെ കാണാനില്ലല്ലോ. പെൺകുട്ടികളല്ലടാ ഈ കുട്ടികൾ. കാലത്ത് നേരത്തെ എണീക്കില്ല. ഭയങ്കര മടിയാണ് ഈറ്റൾക്ക്. എണീറ്റ് തന്നെ ഒന്ന് ഞെളിഞ്ഞ് വാട്സപ്പ്, ഫേസ്ബുക്ക് നോക്കിയിട്ട് മെല്ലെ പല്ലേച്ചാ മതിയായിരുന്നു കുട്ടികളൊക്കെ. അവനവന്റെ ഭാര്യ വല്ലതൊക്കെ ഉണ്ടോ നോക്കണല്ല, ഇറങ്ങിയിരിക്കണ്ടി. ബിന്ദു മാത്രമേ ഉള്ളൂ? ഇല്ലടാ, കാറുണ്ടാ. വണ്ടിമ പിരമിഡൊക്കെ ആയിട്ടാണല്ലോ പറഞ്ഞേ. A to Z നന്നായി മതിയായിരുന്നു. ഓ, എൻട്രി കലക്കി. തള്ളിറങ്ങിട്ടാ പുറകിടാവുണ്ടാവും. പിന്നെ തള്ളയല്ല. എനിക്കിടാവോ വണ്ടിക്കകത്തിരുന്ന് വിരിഞ്ഞ് തള്ളേതാവോ? വരും. ഇത് പിന്നെ തള്ളയല്ല. ഇത് കുടുംബശ്രീക്കാരുടെ ഡ്രൈവിംഗ് സ്കൂളാണെന്ന് തോന്നുന്നുട്ടോ ജോർജ്. ഈ ബിന്ദു എന്തുട്ടാ നമ്മുടെ ലൈഫ് ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് എന്നിട്ട് കളി കളിക്കണം? നിങ്ങൾ ഇവിടെ വന്നേ. ഗുഡ് മോർണിംഗ് ഡ്രൈവിംഗ് ടീച്ചർ. എച്ചെടുക്കുമ്പോഴേ ചില കാര്യങ്ങൾ ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ തുടങ്ങിക്കോ. ശരി ടീച്ചർ. എന്താ ജോർജ് ചേട്ടാ, എന്തുട്ടാ കാര്യം? കുട്ടിക്ക് എന്തുട്ട് പറഞ്ഞിട്ട് ഗ്രൗണ്ട് തന്നെ? ഡ്രൈവിംഗ് സ്കൂൾ നടത്താൻ. ആർക്ക് വേണ്ടിട്ട്? ലേഡീസിന് വേണ്ടി. എന്നിട്ട് അവിടെ എന്തുട്ട് എവിടെയെന്ന്? സ്കൂട്ടർ അവിടെ ഉണ്ട്, പിന്നെ കമ്പികളൊക്കെ അവിടെ ഉണ്ട്, ബോർഡ്. അതല്ല, പിന്നെ പെൺകുട്ടികളെവിടെ? ഗേൾസ് എവിടെന്ന്? അത് ജോർജ് ആ നിക്കണ കാവടികളാണ് ഗേൾസ് എന്ന് ഉദ്ദേശിക്കണെങ്കിൽ മോളെ വേറെ പറമ്പ് നോക്കിയോട്ടോ. സ്കൂളിൽ പോവാനും കോളേജിൽ പോവാനൊക്കെ ഇളം പെൺകുട്ടികൾ പെടണ പാട് കണ്ടിട്ട് അവര് ഫേസ് ചെയ്യണ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം മനസ്സിലാക്കി അവരെ ശക്തിപ്പെടുത്താനുള്ള വഴിയായിട്ടാണ് കുട്ടിക്ക് ഡ്രൈവിംഗ് സ്കൂളിലൂടെ അനുവദിച്ച് സ്ത്രീ ശാക്തീകരണം. ഇതൊക്കെ ഒരു തവണ പറയാൻ പറ്റുള്ളൂ. ഞാൻ അത് മെല്ലക്കണ്ട് കയറിക്കോട്ടാ. എന്നും മഹത്തായ ലക്ഷ്യം, സ്വപ്നം, അതാണ് ഞങ്ങൾ യുവാക്കളുടെ മനസ്സില്. ഇവരൊക്കെ കുടുംബശ്രീക്കാരെ കണ്ടുപിടിക്കാൻ പഠിപ്പിച്ചോളൂ. ഇറങ്ങൂ. നിങ്ങളെ രാജന്റെ ഭാര്യയല്ലേ? അതെ.
അങ്ങനൊരു നല്ല മനുഷ്യനല്ലോ 2 അടിച്ച അടിച്ചോടുത്ത് കിടക്കും. നിങ്ങൾ എടുത്തോണ്ട് പോയി ഇടിച്ചോടുത്ത് കിടക്കൂലേ? അതാ മക്കളെ കുഴപ്പം. അദ്ദേഹം അടിച്ചടിച്ചെടുത്ത് കിടക്കുവേ. ഇതൊന്ന് പഠിച്ചെടുക്കാങ്ങി ഒട്ടകം ടാക്സിയും പിടിച്ച് കാശ് കളയണ്ടല്ലോ, എനിക്ക് തന്നെ കൊണ്ടുവരാല്ല. അതാ യു ഗ്രേറ്റ് അമ്മച്ചി. മൈക്രോ ഫിനാൻസ് അംഗമല്ലേ? കൊടുക്കത്തെ ബുദ്ധിട്ടാ. കേറിക്കേ, വണ്ടി കേറിക്കേ. ആ ഡോറടിച്ചേ. ആ എടുത്തോ. ജോർജേട്ടാ ഞാൻ പറയണൊന്ന്. ബിന്ദു ഒരു തേങ്ങയുടെ മൂടും പറയണ്ടട്ടാ, കൊലച്ചതിയായി പോയി. വെറുതെ മനുഷ്യന്റെ വെളുപ്പങ്ങൾ തോർക്കങ്ങളായിട്ട്. ജോർജ്, എടാ നമ്മളെ MLA കല്ലൂക്കാരൻ മരിച്ചു. ഹായ്, ചെലവുണ്ടാ. ഹൈ എന്തുട്ടടാ? എപ്പോഴാ? ഒരു 1/2 മണിക്കൂറായിട്ടേ ഉള്ളൂ. കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു കുഴപ്പമില്ല കിടന്നോടുത്തിരുന്ന മനുഷ്യനാ. സൈമൻ കൂടെ ഉണ്ടായിരുന്ന ആള് വരുന്നേ ഉള്ളൂ തൃശ്ശൂരിന്ന്. ആണോ? എന്നാ അവിടെ കാണാ, വാടാ. ജോർജേട്ടാ ആ ചോർച്ചണ്ടെങ്കിൽ അടച്ചോ. സൈമൺ സാധനം നീ ചോദിച്ചു നോക്ക്, ചിലപ്പോ കിട്ടും. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ ദൈവം നേരത്തെ വിളിച്ചു എന്ന് കരുതി ആശ്വസിക്കുക സൈമ. എന്തുട്ട് ഇയാളീ പറഞ്ഞത്? 93 വയസ്സായി, നേരത്തെ വിളിച്ചു. നേരത്തെ വിളിച്ചിണ്ടാവും, കേട്ടത് ഇപ്പോഴായിരിക്കും. ആൾക്ക് ചെവി കുറവാ. ഈ പൊട്ടനാണ് ജനങ്ങളുടെ പരാതി കേട്ട് ഇത്രയും നാള്. കേക്കല് മാത്രമേ ഉള്ളൂ, കാര്യങ്ങൾ നടത്തിയിരുന്നില്ലല്ലോ. സൈമ മരണ വീടാണ്. മരണ ജാടിയാണല്ലോ ഉമ്മാർക്കൊക്കെ. മോനെ സൈമ, എല്ലാം ഓക്കെയല്ലേ? ചേച്ചി വന്നു കഴിഞ്ഞാൽ എടുക്കാം. എടുക്കരുത്, മരിച്ചതേ നിന്റെ അപ്പനല്ല. അതെ, ഇതെന്നെ അപ്പനെയാ. എടാ, മരിച്ചത് നിന്റെ മാത്രം അപ്പനല്ലാന്ന്. യേശുവേ, അപ്പന് വേറെയും ചുറ്റിക്കളി ഉണ്ടായിരുന്ന? എനിക്ക് അപ്പനെ പണ്ടേ ഡൗട്ട് ഉണ്ടായിരുന്നു. ഇരിഞ്ഞാലക്കൂടല്ലേ ത്രേസ്യ? നിന്റെ അപ്പൻ ഈ നാടിന്റെ MLA അല്ലായിരുന്നോ? ഇനിയും കിടക്കുന്നു 3 വർഷം. അപ്പൊ ബൈ ഇലക്ഷൻ വരും, നീ നിക്കണു. ഞാനോ? എനിക്കൊന്നും അറിഞ്ഞൂടാ. രാഷ്ട്രീയത്തിലൊരു ചുക്കറിയണ്ട. എന്നെ കണ്ടില്ലേ? നീ അധികം ഒന്നും ആലോചിക്കണ്ട. ബോഡി നമ്മൾ ഫുൾ സെറ്റപ്പിൽ വിത്ത് പോലീസ് അകമ്പടിയോടെ ഐശ്വര്യമായിട്ട് പൊതുദർശനത്തിൽ വെക്കുന്നു. എന്തേ? നീ എന്ത് കാണിക്കണേ? പോയേ പോയേ. നീ ഒന്ന് മാതാവിന്റെ മുമ്പിൽ മെഴുകുതിരി കത്തിച്ചു വെച്ചേക്കുമ്പോൾ നിൽക്കുന്നത്? മാതാവാക്കിയല്ലോ എന്റെ കുഞ്ഞുങ്ങളുടെ. എന്ത് പൊരിച്ചണ്ടിട്ടാ. ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിക്കണ്ട? ഹിന്ദുസ്ഥാനിയല്ലേ പാകിസ്ഥാനി? നീ ഇങ്ങോട്ട് വന്നേ. ഉഷാറാക്കിയോളട്ടാ. പാടി പാടി നമ്മുടെ റെമിറ്റവനെ മാലത്തി അടിച്ചോളൂട്ടോ. പിന്നെ ഗുസ്തിയല്ലേ മലത്തിരിക്കും. ജോർജിന് എന്താ പറ്റേ? അവള് എന്തുട്ട് കണ്ടിട്ടാ? എന്തൊട്ട് കണ്ടിട്ടാന്നൊരു പിടിയും കിട്ടണല്ലോ. ഇഷ്ടാ അവളെ കണ്ടപ്പോ എന്നെ ഇത് തന്നെ അവളെന്ന് തോന്നിപ്പിക്കാൻ മണികൾ അങ്ങോട്ട് മുഴങ്ങേ. 1000 പൂക്കള് മുന്നിൽ അങ്ങോട്ട് വിടർന്നു. പിന്നെ നമ്മുടെ ജോൺസൺ മാഷ് വയലും വായിക്കണ പോലെ അറിയാണ്ട് പ്രണയം നമ്മുടെ മുന്നിൽ ഇങ്ങനെ. എങ്ങനെ? എന്റെ ജോർജ് മണി മുഴങ്ങി എന്നുള്ള സത്യാണ്. അത് പള്ളിയിലെ മരണമണിയായിരുന്നു. പിന്നെ പൂക്കള് അത് റീത്തുമായിരുന്നു. പാടിയത് മരിപ്പിന്റെ പാട്ടല്ലേ? അതിനിപ്പോ മ്യൂസിക് ഇട്ട് ജോൺസൺ മാഷാണോ റഹ്മാനാണോ എനിക്കറിയില്ല. നിനക്കറിയടാ? ആരുമല്ലയുടെ ദക്ഷിണാമൂർത്തി സ്വാമികളാ. പിന്നെ ആരും നിന്റെ അപ്പൻ? അവളുടെ പേരറിയോ നിനക്ക്? പേരാ? പേരറിയണ്ടാണ് നീ പ്രേമിക്കാൻ നടക്കണേ. പ്രശ്നാണ്. പിന്നെ ഒരു ഗ്രീറ്റിംഗ് കാർഡ് മേടിച്ച് നീ എങ്ങനെ എഴുതി കൊടുക്കും? നാളെ കല്യാണ കുറിൽ എന്താ വെക്കാ ചോദിച്ചു. ശരിയാണ്, ആദ്യം അവളുടെ നിയമ കണ്ടുപിടിക്കണം. ഇറങ്ങിപ്പോ. എന്നാലും എന്റെ ജോർജ് ഒരു പേരിൽ എന്തിരിക്കുന്നു?
നീ അവളെയാണോ സ്നേഹിക്കുന്നത്, അവളുടെ പേരിനെയാണോ സ്നേഹിക്കുന്നത്? അത് ശരിയാണ്. നീ ആദ്യം അറിയണ്ടത് അവളെ ഏത് വിഭാഗക്കാരിയാണെന്നാണ്. ജമാഅത്ത് ഇസ്ലാമിയാണോ, മുജാഹിദാണോ? നോൺസെൻസ് ആർ യു ടെല്ലിങ്? ആ, നിങ്ങളല്ലല്ലോ, നിങ്ങൾ മറ്റേ അല്ലേ, മാർത്തോമയാണോ, കാത്തലിക് ആണോ, RC ആണോ, LTT ആണോ? കാര്യം പറഞ്ഞപ്പോഴാ സാധനം തീർന്നിട്ടാ. യു ബ്ലഡി ഫുൾ. ഞാൻ അവന്റെ ജീവിതം സെറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആ തേപ്പാറിന് വിട്ടിട്ടുണ്ട്. അവൻ തേച്ചില്ലെങ്കിൽ സാധനം കൊണ്ടുവരും. ജോർജേ, ഇന്നത്തെ കാലത്ത് ഒട്ടും ചേരാത്തൊരു പരിപാടിയാണ് ഈ ജാതിയും സമുദായവും ഒക്കെ. അത് നോക്കേണ്ട കാര്യമില്ലെന്ന്. പക്ഷെ പേര് അതറിയണം, അതിൽ കാര്യമുണ്ട് ജോർജ്. നീ ഏതെങ്കിലും നിലപാടിലൊന്ന് ഉറച്ചിക്കോ. കൊള്ളാം, നീ എന്തിട്ട് മണ്ടനഷ്ടാ. സൈമന്റെ അപ്പന്റെ മരിപ്പിന് വന്ന സ്ഥിതിക്ക് അവള് സൈമന്റെ ബന്ധുവല്ല. അപ്പൊ സൈമനോട് വെച്ച പ്രശ്നം തീരുന്നില്ലേ? അത് കിടിലന ഐഡിയ. നോ ഇന്റലിജൻസ് ഫെല്ലോസ്. ചോർച്ച നിന്റെ അമ്മയപ്പനെ വായിക്കാനൊക്കെ അറിയാട്ടാ. റീഡിങ് ന്യൂസ് പേപ്പർ. ബുഡപ്പാടം നോക്കണാണെങ്കിലോ സൈമനാ എന്തരാ ഇവന്റെ അപ്പൻ ഇന്നലെ സൈഡായേ. എടാ, ഇന്നലെ വന്നിണ്ടായിരുന്നു ഉഗ്ര റീത്തൊക്കെ ആയിട്ട്. എവിടെന്നാ റീത്ത് മേടിച്ചേ? കടയിന്ന്. ഇവനെന്ത് പറ്റിയ അമ്മായിപ്പൻ. അല്ല, ഇവന്റെ അപ്പന്റെ ഏഴിന് വിളിക്കാൻ വേണ്ടിട്ട് വന്നാണ്. എല്ലാരും ഉണ്ടല്ലോ അല്ലേ? അല്ല, രാവിലെ ആകുമ്പോ എല്ലാരും ഒരുമിച്ച് കാണാലെന്ന് വിചാരിച്ചിട്ടാണേ. അപ്പൊ തുടങ്ങാല്ലേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. മാന്യ സുഹൃത്തെ, എന്റെ അപ്പൻ ചോരട്ടാ. എന്റെ അപ്പനല്ലേ ഇവന്റെ അപ്പനാ. എന്റെ ജയിസാട്ടാ. എന്റെ അപ്പനൊന്നും വരുത്തേക്കല്ലാട്ടാ. എവിടെ വായിച്ചെടുത്തത്? ആ ഫ്ലോ അങ്ങോട്ട് പോയല്ലോ. ഒന്നുകൂടി തുടങ്ങിയല്ലോ. വേറെ പണിയൊന്നുമില്ല. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ എന്തുട്ടാ? ദൈവത്തിന് സ്തുതി. ആയിക്കോട്ടെ. മാന്യ സുഹൃത്തെ, എന്റെ അപ്പന്റെ എവിടേക്ക് പോണേ? ോടനുബന്ധിച്ച് നവംബർ 5-ാം തീയതി ശനിയാഴ്ച രാവിലെ പറ്റുന്നുണ്ടെങ്കിൽ 10:30 സാധനം അവിടെ പോയാവോ? വീട്ടിലിങ്ങനെ കുത്തിരുന്ന് പത്രം വായിച്ചതിന് ശരിയാണ്. പള്ളിയിലൊക്കെ കിടക്ക്. നിന്റെ പേരെന്തുട്ടാ? PP അബൂതാറ് പള്ളൊന്നും വിളിക്കും. PP, നീ മുസ്ലിം അല്ലേ? നിന്റെ പള്ളിക്ക് എന്തുട്ടാ ഞാൻ വരണേ? ഇതെന്തൊരു സൗഹാർദ്ദമല്ലാതെ. എടവാ, അവൻ നീ എന്തെങ്കിലും ചോദിക്കേ. നീ ഏതടവയിലത്തെയാ? അങ്ങനെയൊന്നുമില്ലേ. നിന്റെ വീട് ഏതറാ? ഞങ്ങള് വീട് മാറി. എന്താ ഹൈ, എന്തുട്ടി ഇരിപ്പയിരിക്കണേ? നമുക്ക് ഇതുപോലെ ഒരു കാർഡടിച്ച് നാട്ടുകാർക്ക് സദ്യ കൊടുക്കണ്ടേ? എന്തിന്റെ സദ്യ? മരിച്ചിട്ട് ഏഴിന്റെ. സൈമ ആരിന്റെ അകത്തേക്ക് പോയി തണ്ടി? അത് ഇവന്റെ ഫ്രണ്ടാ. അപ്പൊ ഇവനാരാ? ഞാനിവന്റെ ഫ്രണ്ടാ. അപ്പൊ നീ ആരാ? അവൻ എന്റെ ഫ്രണ്ടാ. പക്ഷെ അവന്റെ ഫ്രണ്ട് ആരാണെന്ന് എനിക്കറിയില്ല കേട്ടാ. എനിക്കറിയാടാ, അവന്റെ എന്റെ ഫ്രണ്ടാ. റിയലി? ഇക്കടാവ് എവിടെ പോയി കിടക്കണേ? കർത്താവ് കൂടെ നിന്നോളൂട്ടാ. ദേ നിക്കണ മോതല്ലേ. ആരെങ്കിലൊക്കെ ആവാൻ ആഗ്രഹിക്കണ ആളാ. കലക്കണ്ടിട്ടാ. ഇനി മണവാണ ഫ്രണ്ടിലേക്ക് ഇരുന്നോട്ടാ. എടാ ജോസേ, കോൺസെൻട്രേഷൻ വിടരുത്. നിന്നെ വെറും അച്ഛനല്ല, ബിഷപ്പാക്കാൻ വേണ്ടിട്ട് നമ്മുടെ അപ്പനി പടപ്പാട് പറഞ്ഞു മുഴുവൻ. നിനക്ക് അച്ഛനാവാൻ വേണ്ടിട്ടുള്ള പ്രിപ്പറേഷൻ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്. ഇവിടെ നല്ല ചുള്ളത്തിക്കട ആങ്ങള് കാണും. നിനക്ക് നല്ല സെൽഫ് കൺട്രോളാ വേണം. നീ എന്തുട്ട് അങ്ങോട്ട് നോക്കണേ? ആത്മനിയന്ത്രണം. എന്നാ തെറിച്ചോ. എന്റെ ജയിസാട്ടാ, ഇത് കയ്യിന്ന് പോണ കേസാണോ? ആർക്കറിയാം. ജോസേ, ഇന്നെങ്കിലും കളിക്കണ്ടേ നീ? എന്തൊട്ട് പേടുത്തുറിയടാ നീ. പോടാ. എന്താ വാടാ പോടാ കളിക്കടാ. എന്താടാ? ഒന്നുമില്ല. ജോസേട്ടൻ തെറിച്ചോ? അവന് പറഞ്ഞ ഞാനാ കളിച്ചാലാ. അതിപ്പോ ഹൈ, ഞാൻ കളിക്കാന്ന്. ജോർജ്, അവിടെ പെണ്ണ് വെയിറ്റിംഗ് ആട്ടാ. നിന്റെ ലൈഫ് വെച്ച് കളിക്കല്ലേട്ടാ. ജോർജ് വെറും കളി കളിക്കില്ല. കളിക്കുകയാണെങ്കിൽ ബെറ്റ് വെച്ചുള്ള കളി. നല്ലൊരു കോമ്പറ്റീഷൻ മൈൻഡ് വരുള്ളൂ. ജോർജ്, എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള പെണ്ണാ ജോർജ്. അത് ഹൈ, അങ്ങോട്ട് പോകാനുള്ള ഡീസ് അടിക്കാനുള്ള കാശ് വേണ്ട. ഒരു 2000 ഗാന്ധി പടക്കട്ടെ. ധൈര്യമുള്ള ആണാണെങ്കിൽ നീ ജോർജിനോട് കളിടാ. ചെക്കനെ പേടിപ്പിക്കണ്ടാ. ഹായ്, ഈ വീട് സ്ഥലവും കണ്ടിട്ട് പെണ്ണ് നല്ല സുന്ദരിയാന്ന് തോന്നണ അല്ലേ? നീ തല വഴിയാണ് ജട്ടീറിനെ. ജെട്ടിയല്ലത് ബന്ധാനെ പുതിയ സ്റ്റൈലാടാ. പെൺകുട്ടി പ്ലെയർ ചെയ്യണ്ട, എനിക്ക് മുടിയില്ല എന്നുള്ളത്. മുടിയില്ല എന്നുള്ളത് ഓക്കെ, പക്ഷെ തലച്ചോറില്ല എന്നുള്ള അവൾ അറിയില്ലേ? Stupid, don't lose my foolish confidence. കൊറേ ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്ത സായിപ്പന്മാരെ അറിഞ്ഞിരിക്കുക. ബ്ലഡി ഫൂൾസ്. നിനക്കിപ്പോ കൊറേ അറിയാലോ. അതല്ലേ ഞാൻ 2 വാക്കിൽ നിർത്തിയത്.
കുറച്ച് ഡീസന്റ് ആയിക്കോളൂട്ടാ. അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ ഇരുന്നോടാ. ഞാൻ പെൺകുട്ടിയോട് തനിച്ച് സംസാരിക്കുമ്പോ ഈ തെണ്ടിയോട് ഒളിഞ്ഞു നോക്കണമെന്ന് പറഞ്ഞോളൂട്ടോ ജോർജ്. സംസാരിക്കുമ്പോ ഞാൻ വിളിച്ചു നോക്കില്ലടാ. ഇതിലാരണ പെണ്ണിന്റെ അപ്പൻ? ഇതാണ് 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 നമ്മുടെ പയ്യൻ. നമോവാകം. നീ എന്തുട്ടാ എല്ലാരും നോക്കിക്കണേ? അങ്ങടെ അകത്തേക്ക് കയറാന്ന്. ചായാലും പലഹാരത്തിലും ഒന്നും കൊടുന്നേ. അങ്കിളെ ഒരു 2000 മണീസ് എടുക്കണ്ടാവൂ? കടായിട്ട് വേണ്ടെന്ന് അവന് കൊടുക്കണ സ്ത്രീധനത്തിന്ന് മൈനസ് ചെയ്താ മതിന്ന്. എന്തുട്ട് ഇങ്ങനെ വാപിടിച്ച് നോക്കിക്കണേ? നമ്മളൊരു ഫാമിലി ആകുമ്പോ പോകുമ്പോഴാ ക്യാഷ് ഉണ്ടല്ലോ, പിന്നെ എന്തുട്ട് ഹാങ് ആയി നിക്കണേ? നീ ബെറ്റിയാശി പിടിച്ചേ. ജോർജ് ഇന്നവരെ ഒരിടത്ത് കടം വെച്ചിട്ടില്ല. ഞാൻ ജോർജിന്റെ അടുത്ത് പറഞ്ഞല്ലേ കളിക്കണ്ടെന്ന്. കാശ് വെച്ച് കളിച്ചു, തോറ്റു. കാശ് തരുകയും ചെയ്തു. നീ ഇതിനെ കുറിച്ച് നോ ട്രോളിങ്. ഓക്കെ, നീ എന്നിട്ട് നോക്കണേ തീർച്ചയായും. അപ്പളേക്ക് പെണ്ണുണ്ട് ഇറങ്ങിയ ഞാൻ കണ്ടില്ല. ഞങ്ങള് കണ്ടില്ല. നീ ചുള്ളന്മാർക്ക് കൊടുക്കാൻ ഈ അപ്പങ്കടിയുടെ പൈസ വാങ്ങിയോ ജോർജ്? ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ പല ഡീലിങ്സ് ഉണ്ടാവും. ഇവിടെ ഇപ്പൊ എന്തൊട്ടുണ്ടായേ? എന്തൊട്ടുണ്ടായെന്നാ എണീക്കടാ. നാണുണ്ടാ നിനക്കൊക്കെ? പെണ്ണ് കാണാൻ വന്ന വീട്ടിൽ നിന്ന് പെണ്ണിനെ പോലും കാണാണ്ട് സ്ത്രീധനത്തിന്റെ അറ്റൻഷൻ മേടിക്കാൻ നടക്കണേ. ഇറങ്ങിപ്പോടാ. അയാൾ അങ്ങനെ പറഞ്ഞ? അപ്പൊ നീ പെണ്ണെ കണ്ടിട്ടേ ഇല്ല? അയാള് കെട്ടിച്ച് തരോ തരാതിരിക്കോ അത് അയാളുടെ ഇഷ്ടം. പക്ഷേ നമ്മള് വണ്ടി ഓടിച്ച് ഇതുവരെ വന്നിണ്ടെങ്കിൽ ആ പെണ്ണിനെ നമ്മൾ കണ്ടിട്ടേ പോളൂ. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. എടാ നിക്കണ കൊരട്ടേണ് പെണ്ണപ്പൻ, കൂടെ നിക്കണ പരട്ടേണ് തള്ള. ഇവർ രണ്ടുപേരും കൂടി ഈ സംവിധാനം ചെയ്ത് നിർമ്മിച്ച പടം നമുക്ക് ടിക്കറ്റ് എടുത്ത് കാണണോ? നമുക്ക് അതിനെ തുടങ്ങാം. നമ്മുടെ ഈ കുള്ളൻ ചെക്കനെ, സോറിട്ടാ ചുള്ളൻ ചെക്കനെ തന്റെ ചട വരുത്തി മോളെ എഴുന്നള്ളിച്ച് കാണിച്ചാൽ എന്താ ചറ്റേന്ന് വെച്ച് നൈസായിട്ട് തുടങ്ങാന്ന്. ഇങ്ങോട്ട് വന്നേ. നിക്കടവിടെ. നിക്കാനല്ലേ പറഞ്ഞേ? നിക്കല്ലേ. ഒരു ഗഡി ബേസിന്റെ പേരില് ഞാനൊരു 2000 ബക്സ് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഈ പിള്ളേരെ ഇറക്കി വിടുക. ആദ്യം നീ ഇറങ്ങിപ്പോടാ. പെണ്ണ് കാണാൻ വിളിച്ചിണ്ടെങ്കി പെണ്ണിനെ കണ്ടിട്ട് നമ്മള് പോളൂ. സർച്ചിട്ടാ എങ്ങടാ? ഇവിടെ ബ്ലോക്ക് ആണല്ലോ. എന്നാ പിന്നെ നമുക്ക് തൃശ്ശൂർ റൗണ്ട് വഴി പിടിക്കടാ. ചുരുള കഴുത്തറത്തളഞ്ഞ കേട്ടാ. കുട്ടി ഒരു സഹകരണത്തെ ടീമായി പോലെ അവിടെ പോയി. കുട്ടിയെ എന്തുട്ടി ഇരിപ്പാണത്? ഇവര് സംവിധാനം ചെയ്ത പടം ബാഹുബലിയാട്ടാ. എന്റെ പേര് വാൾട്ടർ വർഗീസ്. എപ്പോ വാവാന്ന് വിളിക്കും. കുട്ടിയെന്നെ വാവ് എന്ന് വിളിച്ചോളൂ. നീയൊക്കെ ഇപ്പൊ ഇവിടെ ഇറങ്ങിയില്ലെങ്കിലേ ഞാൻ പോലീസിനെ വിളിക്കും. ആന്റി ബൈ ദ ബൈ എന്തുട്ടുണ്ട്? എന്നോട് ക്ഷമിക്കുന്നുണ്ടാടി, എനിക്ക് അറിയാണ്ട് പറ്റിപ്പോയതാ. അങ്കിളെ ഇതെങ്ങനെ ഒപ്പിച്ച്? ഈ നിർമ്മാണത്തിൽ പങ്കാളികളുണ്ടോ? അങ്ങളെ ആ 2000 രൂപയ്ക്ക് പകരം ഞാൻ ഒരു 4000 രൂപ പെട്ടെന്നെങ്കിലും ഒപ്പിച്ചുകൊണ്ടാ ഈ പ്രോബ്ലം ഒന്ന് കോംപ്രമൈസ് ആക്കാൻ പറ്റുമോ? ഇവനെ കുട്ടീനെ ഒരുപാട് ആശിച്ചു പോയിന്ന്. അപ്പുറ കൈ പിടിച്ചിരിക്കുന്ന ആ മോനോട് ഒന്ന് മുന്നോട്ട് വരാൻ പറയൂ. എന്താ അങ്കിൾ? ഞങ്ങള് പറമ്പിലുണ്ടാവട്ടാ. ഇനി ആയിരുന്നൊരു കാര്യമുണ്ടോ ഡാഡി? മൂക്കില് പല്ല് പൊളിച്ചിട്ട് അവന്റെ കല്യാണം പെട്ടതലയൻ. അപ്പന്റെ തല പിന്നെ കൊടുങ്കാടാണല്ലോ. ആ അതെന്തെങ്കിലും ആയിക്കോട്ടെ. നിന്നെ കണ്ട എന്റെ അപ്പന്റെ പ്രായം തോന്നുമല്ലോ. അപ്പന്റെ അപ്പം ഞാനാ. ഒരു കണക്കിന് ഒരു കല്യാണാലോചന വന്നത് അത് നശിപ്പിച്ച് വന്ന് നിൽക്കുകയാണ്. എനിക്കിന്ന് രണ്ടിലൊന്നും അറിയണം. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ. ഈ മനുഷ്യന് എന്തൊട്ട് ഒന്നും മിണ്ടാണ്ടിരിക്കണേ. നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണ്ടോ അതോ ഞാൻ ഇറങ്ങി പോണോ? നീ എന്തുണ്ട എന്നെ നോക്കണേ?
അങ്കിളെ എന്താ ഈ തെങ്ങ വാഴ വെച്ച മതിയായിരുന്നു എന്നൊരു ഡയലോഗ് തോന്നിയാ? എന്തേ ഈ സിറ്റുവേഷനിൽ പടക്കാൻ പറ്റിയ ആപ്റ്റ് ഡയലോഗ് ആയിരുന്നു. തെങ്ങ് വാഴുന്നോടെ മുറുക്കാണ്ട നല്ല മുള്ളു മുറുക്ക്. നിനക്ക് ഇത് എന്തിനാ സിറ്റുവേഷൻ നൈസൊക്കെ നോക്കിയതല്ലേ? എന്തരാ എന്റെ തുണി സാധനങ്ങളും ഈ പ്രായത്തിൽ അപ്പനെ പിടിക്കാ പോവാ. ഒന്നും ഞാൻ പോണ പ്രശ്നമൊന്നുമില്ല, നീ ഇവിടെ ഇറങ്ങി പോണം. അതതിനേക്കാളും കുഴപ്പമില്ല അങ്ങളെ. എന്താ വയസ്സായ മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ട് ആരോഗ്യയുടെ കാത്തറിനെ ചെറുപ്പക്കാരെ പുറത്ത് അടിച്ചു വിളിക്കണം നാട്ടുകാർ പറഞ്ഞ മോശമല്ലേ? 10 പൈസക്ക് ഗതിയില്ലാത്തവൻ എന്തുട്ടെടുത്ത് അടിച്ചു വിളിക്കാനാണ്? അങ്ങനെയൊന്നും പറയല അങ്ങളെ. 5 പൈസക്ക് ഗതിയില്ലാത്ത ഞാൻ അടിച്ചു വിളിക്കണതോ? നീ ഒറ്റ നാശക്കണം തന്നെ വേണം ആദ്യം തല്ലാൻ. ഇതാണ് എല്ലാ അപ്പന്മാരെയും പ്രശ്നം. അങ്കിൾ ഒരു കാര്യം അറിയോ? ചരിത്രത്തിൽ പേരുണ്ടാക്കിയിട്ടുള്ളതേ അപ്പന്മാരല്ല മക്കളാ. ഉദാഹരണത്തിന് മമ്മൂക്ക, ലാലേട്ടൻ, ഇവരുടെയൊക്കെ അപ്പന്മാരുടെ പേരറിയോ? അതുപോട്ടെ, നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി, അദ്ദേഹത്തിന്റെ അപ്പന്റെ പേര് അതെനിക്കറിയാം. കരമന ജനാർദ്ദനൻ ഗാന്ധി വല്ലൊക്കെ പറയിട്ടാ. ഒരു കാര്യ പറഞ്ഞേക്കാം. ഒരു ദിവസം വളർന്ന് വലുതായി പന്തലിച്ച് നമ്മടൊക്കെ മുമ്പിലേക്ക് വരുന്ന സമയത്ത് ഞാൻ അപ്പനാന്ന് പറഞ്ഞ് പോർക്കടക്കണ കണ്ടിട്ടുണ്ടല്ല. നേരത്തെ പറഞ്ഞില്ല ഒരു മുള്ളുമുറുക്ക് അത് കെട്ടിട്ട് എന്തുട്ടപ്പൻ നീ പുറത്തിറങ്ങി അടിച്ച് നേരപ്പാക്കി ഞാൻ. നീ എന്തൊട്ട് നോക്കി ഇങ്ങനെ പുറത്തു പോടാ. ഞാൻ ആ തണ്ടിയോടെ പറഞ്ഞ പുറത്തു പോവാൻ. ഞാനും പുറത്തു പോടാ. ഉള്ള കാര്യ പറഞ്ഞേക്കാ. ഇവിടെ എന്തുട്ടുണ്ടായേ? വല്ലതും പഠിക്കണ്ട. എടാ ജോസേ, ഈ ക്രാങ്ങളൊക്കെ നിന്റെ കൂടെ പഠിക്കണാണ്? ബെസ്റ്റ്. അവര് കന്യാസ്ത്രീ പട്ടത്തിന് പഠിക്കണവരാ. അവർക്കുള്ള എന്താ ക്ലാസ് ഉണ്ട് ഇവിടെ. ഓ, ആ ടീംസ് ആണ്. ജോസ്, നീ താഴ്ത്ത് വെയിറ്റ് ചെയ്യട്ടാ. താഴ്ത്ത് നിക്കടാ. വല്ലാത്തൊരു ട്വിസ്റ്റായി പോയിട്ടാ. കന്യാസ്ത്രീ തീരുമാനിച്ച വേണ്ടാട്ടാ. മൂപ്പര് പറഞ്ഞവിടെ ഹൗസ്ഫുള്ളാണെന്ന്. നമ്മുടെ കർത്താവിന്റെ അവിടെ മണവാട്ടിമാര് ഇഷ്ടം പോലെ ഉണ്ടെന്ന്. മണവാട്ടിമാരിങ്ങനെ വാരി കൂട്ടാനായിട്ട് കർത്താവ് കൃഷ്ണനായിട്ട് കോമ്പറ്റീഷൻ ഒന്നുമില്ലോ. പിന്നെ ഈ കോഴ്സിന് പണ്ടത്തെ പോലെ സ്കോപ്പ് ഒന്നുമില്ലെന്ന്. വേറെ ലൈഫ് കിട്ടണ എന്തുട്ടെങ്കിലും നോക്കിക്കൂടെ? റൊമാൻറ്റിക് ആയിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യാന്ന്. ക്ലൈമാക്സിൽ നമ്മളിലേക്ക് ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിക്കണ്ടട്ടാ. ഇവന്റെ പെണ്ണാളിലും കൊളായി. എന്റെ പെണ്ണും മിസ്സാവുന്ന തോന്നണേ. നമ്മളിപ്പോ തുല്യ ദുഃഖിതരായില്ലടാ വാവേ. നീ എന്നെ പ്രാവിയായിരുന്നോടാ വാവേ? അങ്ങനെ തോന്നിയോ? അപ്പൊ നീ പ്രാവിയല്ലടാ പഴുതേ. ബിന്ദു പിന്നെ വെച്ചിട്ട് കളിക്കണോക്കി. ഏ ബിന്ദു, എന്തുട്ട് പൂത്തിരി വെച്ച് കളിക്കണേ? ഞാൻ പറഞ്ഞാൽ ഈ പറമ്പിൽ ഈ പരിപാടി അടക്കില്ലെന്ന്. എല്ലായിടത്തും മാറ്റാ. എടാ കണ്ടിന്യൂ ചെയ്തോട്ടാ. കാണിക്കണത് കാണില്ലേ? പറഞ്ഞ പോലെ പുതിയ അഡ്മിഷൻ വന്നിട്ടുണ്ട്. ഇനി അഡ്മിഷൻ വേണ്ടെന്നേ, സ്കൂളാ പൂട്ടി. ഇപ്പൊ വരും. എന്തിനാണ്? ഇതാ ഒരു സ്റ്റുഡന്റ്, വേറെയും വരും. ഇനി ആരും വരണമെന്നില്ല. കേട്ടില്ലേ? ഇനി ആരും വരണമെന്നില്ല. എല്ലാരും പറഞ്ഞു അക്കടാങ്ങൾ പഠിച്ചോട്ടറാ. അപ്പൊ ഞാൻ ബ്ലിങ് ആവില്ലേ? ചേച്ചി, ഓ ഒരു മിനിറ്റ്. ഓ, നീ വന്നില്ലായിരുന്നെങ്കിലേ പൂട്ടേണ്ടി വന്നേനെ. അതെ, ഇത് ഡെയിലി നടക്കില്ലട്ടോ. ഇടയ്ക്കിടയ്ക്ക് മതി. നീ 2 റൗണ്ട് എടുത്ത് സ്ഥലം വിട്ടു. ടീച്ചറും തൊട്ട് ഡയലോഗ് അടിച്ച് ഫീസ് അടയ്ക്കുന്നവരെ മുഷിപ്പിക്കണേ. പെട്ടെന്ന് തുടങ്ങുന്നു. ബിന്ദു ടീച്ചറെ. ബിന്ദു, നീ എന്തുട്ടിനെ ഇപ്പൊ വിളിച്ചേ? ജോർജല്ലേ വിളിച്ചേ? ഞാനല്ലേ വിളിച്ചേ. നീ എന്തിനാ ബിഞ്ചു ഹെഡേക്കാക്കില്ലട്ടാ? എന്തുട്ടാ ജോർജേട്ടാ? അല്ല, ക്രാവിനെ പേഴ്സണലായിട്ട് പരിചയണ്ടാ? ഓ, അറിയാം. ആ കുട്ടീനെ ഈ
കന്യാസ്ത്രീയാവാൻ അങ്ങനെ വല്ല പരിപാടികൾക്കും നല്ല പ്ലാൻ ഉണ്ടാ അതെ ഇവളുടെ അനിയനെ കുറച്ചു നാൾ മുമ്പ് വിട്ടുമാറാത്ത ഒരു പനി വന്നു. അപ്പൊ അവളുടെ വല്യമ്മച്ച് നേർന്നതാ. പനി ഭേദായ അവളെ മടത്തി ചേർത്തോളാം. നമ്മുടെ നാട്ടില് കേരളത്തിലെ only 10 ബോയ്സിന് 8 ഗേൾസ് ഉള്ളൂ. അപ്പൊ ഇങ്ങനെ കാണാൻ കൊള്ളാവുന്ന ആമിട്ട് പെമ്പിള്ളേർ ഇങ്ങനെ തീരുമാനിച്ചതിന് ശരിയാവണേ. നീ എന്തൊക്കെ പറയണേ അങ്ങോട്ട് മാറിന്നേ. എന്നാ വിട്ടുമാറ്റിക്കോ അതിനാ പറയാ. സോറിട്ട മങ്ങളെ. അല്ല നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്നും ഉപദേശിക്കായിരുന്നില്ലേ? ഇതൊക്കെ ചെയ്തതാ. എന്നാലും ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അതാവണം ഇതാവണം അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? അത് പറഞ്ഞപ്പോ അവള് പറയാ അവളുടെ അമ്മച്ചി അവളോട് പറഞ്ഞൂന്ന്. ചെറുപ്പം മുതലേ ഒരു പെൺകുട്ടിക്ക് വേണ്ട ആ 3 കാര്യങ്ങൾ അവക്കില്ലാന്ന്. ആ ഒരു മിനിറ്റ്. അല്ല 3 അവിടെ ഞാൻ 3 കണ്ടു. എന്തുട്ടെണ്ണേ മെറിലെന്ന് പറഞ്ഞ നിങ്ങളുടെ പെങ്ങളാണ്. എന്നാലും ജോർജ് ഇത് എന്തുട്ടെന്നാലും പെങ്ങള് അത് മനസ്സിലാവച്ചോളൂട്ടാ. ഈ ജന്തുന്റെ പേരെന്തുട്ടാ? ആ ബിന്ദു. ഓ അതെ ചോദിക്കണോണ്ടൊന്നും തോന്നരുതട്ടാ. എന്തേ? ഈ പെൺകുട്ടികൾക്ക് വേണ്ട 3 കാര്യങ്ങൾ എന്തിട്ടാണ്? കൊതി, മോഹം, വാശി. മനസ്സിലായില്ല? ആശ, ആഗ്രഹം, പ്രണയം. ഇത് തന്നെ ഞങ്ങളും പറഞ്ഞു ലവ് പ്യാറ് കാതല്. മനസ്സിലായോ? നീ വല്ലാതെ തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു ജോർജ്. നിന്റെ മനസ്സിലെന്താണ്? ഒന്ന് പോയണ്ട ചോറിടാക്കളെ.